വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോഡൽ എക്സാമിൻ്റെ 11ാമത്തെ ക്വസ്റ്റ്യനും 12ാമത്തെ ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ നോക്കട്ടോ, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രിയിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇതൊരു കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യനാണ്. നമ്മൾ കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യം ശ്രദ്ധിച്ചോ. നമ്മൾ ഒരു പ്ലെയിന് വരച്ചു, എക്സ് ആക്സിസ് വരച്ചു, വൈ ആക്സിസും വരച്ചു. ഇതിനെ നമ്മൾ 4 ക്വാഡ്രൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാമെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതിൽ ഞാനൊരു യൂണിറ്റ് സർക്കിൾ വരച്ചു. ഈ യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ നീളം 1 യൂണിറ്റ് ആയിരിക്കും, ഇതിൻ്റെ റേഡിയസ്. അപ്പോൾ സെൻറ്റർ ഒറിജിനായിട്ടൊരു യൂണിറ്റ് സർക്കിൾ വരച്ചാൽ ഈ യൂണിറ്റ് സർക്കിളിലെ ഏതൊരു പോയിൻറ്റിൻ്റെയും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എന്തായിരിക്കും? ഈ പോയിൻറ്റിലേക്ക് നമ്മൾ സെൻറ്ററിന് ജോയിൻ ചെയ്യുന്ന ലൈന്. ഇവക്ക് ഈ ലൈനിനും ഈ എക്സ് ആക്സിസിനും ഇടയിലുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയായിരിക്കും, വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൈൻ തീറ്റയായിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം. ഈ ആംഗിൾ 30 ആണെങ്കിൽ ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോസ് 30 ആയിരിക്കും, സൈൻ 30 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇത് മാത്രം വെച്ച് നമുക്ക് ഫസ്റ്റ് ആൻസർ കിട്ടും. അപ്പോൾ നമുക്കൊരു ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ വാല്യൂസ് ഓഫ് സൈൻ എക്സ് ആൻഡ് കോസ് എക്സ്. റൈറ്റ് ദ വാല്യൂസ് ഓഫ് സൈൻ എക്സ് ആൻഡ് കോസ് എക്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഈ ആംഗിൾ എന്താണ്? എക്സ് ആണ്. ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ പി എന്നുള്ള പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോസ് എക്സ് ആയിരിക്കും. വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൈൻ എക്സ് ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? സൈൻ എക്സ് ഇസ് ഈക്വൽ ടു 0.8 എന്ന് കിട്ടും. കോസ് എക്സ് ഈക്വൽ ടു 0.6 എന്ന് കിട്ടും. ഡയറക്റ്റ് ആൻസറാണ്. ആ കോൺസെപ്റ്റ് മാത്രം അറിഞ്ഞാൽ മതി, 1 മാർക്ക്. ഇനി ഹെൻസ് ഇവാലുവേറ്റ് സൈൻ 2x. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇവാലുവേറ്റ് സൈൻ 2x. സൈൻ 2x കിട്ടണമെങ്കിൽ ഒന്നും വേണ്ട, സൈൻ 2xൻ്റെ ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ 2xൻ്റെ ഐഡൻറ്റിറ്റി എന്താ? ഇമ്പോർട്ടൻ്റ് ഐഡൻറ്റിറ്റിയാണ്. 2 സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു 2 സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് കിട്ടിയ എത്രയാണ്? 0.8 ഇൻറ്റു കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 0.6. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത ആൻസറായി 2 ഇൻറ്റു 0.8 ഇൻറ്റു 0.6 വിച്ച് ഈസ് ഈക്വൽ ടു 0.48. സോ ആൻസർ എന്ത് കിട്ടും? 0.96. അപ്പോൾ സൈൻ 2xൻ്റെ വാല്യൂ എന്താണ്? 0.96. ആ ഐഡൻറ്റിറ്റി അറിയാമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എഴുതാൻ പറ്റിയ ആൻസറാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ക്യൂ. ക്യൂ എന്നുള്ള പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് നമ്മൾ പറഞ്ഞ ഈ ഫിഗർ വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. ക്യൂ എന്ന് പറഞ്ഞ പോയിൻ്റ് ഇതാണ്, ഇതിൻ്റെ കോർഡിനേറ്റ്. ഇതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തായിരിക്കും? ഈ ക്യൂവിലേക്ക് നമ്മൾ വരച്ച ഈ ലൈനും എക്സ് ആക്സിസും പോസിറ്റീവ് എക്സ് ആക്സിസ് തമ്മിലുള്ള ഈ ആംഗിൾ എന്താണോ അത് കിട്ടിയാൽ നമുക്ക് ക്യൂ കിട്ടും. ഈ ആംഗിൾ എന്തായിരിക്കും? ഈ ആംഗിൾ കിട്ടാൻ എളുപ്പമാണ്, കാരണം ഇത് എക്സ് ആണ്. ഇവിടുന്ന് ഇതൊരു ലൈനാണ്. ഈ ലൈൻ ആയതുകൊണ്ട് ഈ ആംഗിൾ എന്തായിരിക്കും? 180 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ആംഗിൾ എത്ര കിട്ടും? 180 പ്ലസ് എക്സ്. ടോട്ടൽ ആംഗിൾ എന്ത് കിട്ടും? 180 പ്ലസ് എക്സ് അല്ലേ. അപ്പോൾ ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്യൂ ഈക്വൽ ടു ഫസ്റ്റത്തത് കോസ് വാല്യൂ, കോസ് ഓഫ് 180 പ്ലസ് എക്സ് ആയിരിക്കും, കോമ ഇതിൻ്റെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? സൈൻ 180 പ്ലസ് എക്സും ആയിരിക്കും. സോ എക്സ് കോർഡിനേറ്റ് കിട്ടി, വൈ കോർഡിനേറ്റ് കിട്ടി. അപ്പോൾ കോസ് 180 പ്ലസ് എക്സ് എന്ത്, സൈൻ 180 പ്ലസ് എക്സ് എന്ത് എന്ന് നമുക്കറിയണം. അതിന് നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. കോസിൻ്റെ സൈനിൻ്റെ ടാൻ്റെ ഏതൊരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ കൂടെ 180 മൈനസ് 180 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ഫംഗ്ഷൻ എന്തുണ്ടാവില്ല? ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ കോസ് 180 പ്ലസ് 180 മൈനസ് എന്നൊക്കെ വന്നാൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഈ ആംഗിൾ, ഈ തന്നിരിക്കുന്ന ഈ ആംഗിൾ ഏത് ക്വാഡ്രൻ്റ് ആണെന്ന് ശ്രദ്ധിക്കുക. 180 പ്ലസ് എന്ന് പറഞ്ഞത് ഏതാ ക്വാഡ്രൻ്റ്? തേർഡ് ക്വാഡ്രൻ്റ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോ ക്വാഡ്രൻറ്റിൽ ഏതൊക്കെ പോസിറ്റീവ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാം പോസിറ്റീവാണ്, ഓൾ പോസിറ്റീവാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈന് മാത്രമാണ് പോസിറ്റീവ്. തേർഡ് ക്വാഡ്രൻറ്റിൽ ടാന് പോസിറ്റീവാണ്. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസ് പോസിറ്റീവാണ്. ചുരുക്കി നമ്മളെന്ത് പറയും? ASTC, ആഡ് ഷുഗർ ടു കോഫി എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ. അപ്പോൾ ഇത് നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ ആംഗിൾ ഏതാ? തേർഡ് ക്വാഡ്രൻറ്റ്. 180 പ്ലസ് പറഞ്ഞാൽ ഇവിടെ അല്ലേ വരുന്നത്? തേർഡ് ക്വാഡ്രൻ്റ് ആയിരിക്കും. തേർഡ് ക്വാഡ്രൻ്റിൽ ഏതാ?
ടാൻ ആണ് പോസിറ്റീവ്, ടാൻ പോസിറ്റീവാണ്, കോസും നെഗറ്റീവായിരിക്കും, സൈനും നെഗറ്റീവായിരിക്കും. അപ്പോൾ നമ്മളിതിൻ്റെ ആൻസർ എഴുതുക. കോസ് തേർഡ് ക്വാർട്ടറിൽ നെഗറ്റീവ് ആയതുകൊണ്ട് അപ്പം മൈനസ് കൊടുക്കുക. 180 ആയതുകൊണ്ട് ഫംഗ്ഷൻ മാറില്ല, ഇവിടുത്തെ ഫംഗ്ഷൻ തന്നെ എഴുതുക. ഇവിടുത്തെ ഫംഗ്ഷൻ ഏതാ? കോസ് എഴുതുക, ആ 180 ഒഴിവാക്കുക, എക്സ് കൊടുക്കുക. അപ്പോൾ മൈനസ് ഓഫ് കോസ് എക്സ് കോമ സൈനും അതേപോലെ തേർഡ് ക്വാർട്ടറിൽ നെഗറ്റീവാണ്, ഇപ്പോൾ മൈനസ് കൊടുക്കുക. 180 ആയതുകൊണ്ട് സൈന് മാറില്ല, അപ്പോൾ സൈൻ അതേപോലെ എഴുതുക, 180 ഒഴിവാക്കുക, എക്സ് എഴുതുക. ഈ കോസ് എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. എന്താണ് മേലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 0.6. അപ്പോൾ ആൻസർ എന്തൊരു? മൈനസ് 0.6 കോമ മൈനസ് 0.8. അപ്പോൾ ക്യൂ എന്നുള്ള പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സും നമുക്ക് ഇവിടുന്ന് കിട്ടി. ഓക്കെ അല്ലേ? സിമ്പിൾ സാധനമാണ്. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പം എഴുതാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പെർമ്യൂട്ടേഷൻ എന്നുള്ള ചാപ്റ്ററിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് അല്ലേ. ചിലർക്കൊക്കെ പെർമ്യൂട്ടേഷൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്, എന്നാലും ശ്രദ്ധിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യനാണ്, നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. കൺസിഡർ ദ ഡിജിറ്റ്സ് 4, 5, 6, 7. അപ്പോൾ നമുക്ക് 4 നമ്പറുകൾ തന്നിട്ടുണ്ട്, 4, 5, 6, 7. ഈ 4 ഡിജിറ്റുകൾ വെച്ചിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ, ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് യൂസിങ് എബൌട്ട് ഡിജിറ്റ്സ് വിത്തൗട്ട് റിപ്പീറ്റേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, വിത്തൗട്ട് റിപ്പീറ്റേഷൻ 3 ഡിജിറ്റ് നമ്പർ. അപ്പോൾ അങ്ങനെ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? എത്ര ഡിജിറ്റ് നമ്പറാണ് നമ്മൾ എഴുതേണ്ടത് നോക്കുക. 3 ഡിജിറ്റ് അല്ലേ, അപ്പോൾ നമ്മൾ 3 ഡിജിറ്റിന് വേണ്ടിയിട്ടുള്ള 3 കള്ളി ഞാൻ വരച്ചു. 3 ഡിജിറ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു 3 ഡിജിറ്റ് നമ്പർ എഴുതുമ്പോൾ എങ്ങനെ ഉണ്ടാവുക? ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ്, തേർഡ് ഡിജിറ്റ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തു. ഇനി നമ്മുടെ അടുത്തുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്. റെപ്പിറ്റേഷൻ പാടില്ല. അപ്പോൾ നമുക്ക് എത്ര രീതിയിൽ കൊടുക്കാൻ പറ്റും? അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. 4 എടുക്കാം, 5 എടുക്കാം, 6 എടുക്കാം, 7 എടുക്കാം. അപ്പോൾ എത്ര എണ്ണം എടുക്കാം? എത്ര നമ്പർ എടുക്കാം? 4 നമ്പർ. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റായിട്ട് നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. 4 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? ഇത് 4 ഏതും കൊടുക്കാൻ പറ്റും. ഇനി ആ ഫസ്റ്റ് നമ്പർ ഒരു നമ്പർ ഞാൻ ചൂസ് ചെയ്തു. അപ്പോൾ ഇതിൽ ഞാൻ ഏതോ ഒരു നമ്പർ ചൂസ് ചെയ്തു. പിന്നെ എത്ര നമ്പർ ഉണ്ടാവുള്ളൂ? ഈ 3 നമ്പർ നമുക്ക് രണ്ടാമത്തെ ഡിജിറ്റിൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ എത്ര ഉണ്ടാവുള്ളൂ? 3 എന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡിജിറ്റും ചൂസ് ചെയ്തു, സെക്കൻഡ് ഡിജിറ്റും ചൂസ് ചെയ്തു. അപ്പോൾ 2 നമ്പർ ചൂസ് ചെയ്തു. ഇതിൽ ഏതെങ്കിലും 2 നമ്പർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര നമ്പർ എനിക്ക് ബാക്കിയുള്ളൂ? 2 നമ്പർ മാത്രം. അപ്പോൾ അതിൻ്റെ നമ്പർ ഞാൻ ഇവിടെയും കൊടുത്തു. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടണമെങ്കിൽ ഇനി നമ്മൾ എന്താ ചെയ്യുക? പെർമ്യൂട്ടേഷനിൽ ഇവ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യും അല്ലേ. സോ ടോട്ടൽ നമ്പർ ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ആൻസർ എന്താ വരിക? 4 × 3 × 2, 12 × 2, ദാറ്റ് ഈസ് 24 3 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് കിട്ടും. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ കുറച്ച് ചിന്തിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ഹൗ മെനി ഓഫ് ദീസ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. അപ്പോൾ ആകെ 24 3 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിൽ എത്ര എണ്ണം 3ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നാണ് ചോദ്യം. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിളിൻ്റെ പ്രത്യേകത നമുക്കറിയണം. സാധാരണ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് ഈവൻ നമ്പർ എത്ര എണ്ണം എന്നുള്ളതാണ് അല്ലേ. ഈവൻ നമ്പർ എത്ര എണ്ണം ഉണ്ടാവും എന്നാണ് സാധാരണ നമ്മളോട് ചോദിക്കാറുള്ളത്. പക്ഷേ ഇവിടെ ചോദിച്ചത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 3ൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കുക. എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ഇഫ് ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3. അത് പറഞ്ഞാൽ എന്താ? ഒരു നമ്പർ, ഞാനൊരു 3 ഡിജിറ്റ് നമ്പർ, 4 ഡിജിറ്റ് ഏത് നമ്പർ കേട്ടോ, 123 ഒരു 3 ഡിജിറ്റ് നമ്പറാണ്. ഇത് 3ൻ്റെ ഡിവിസിബിൾ ആണോ അല്ലെങ്കിൽ 3ൻ്റെ മൾട്ടിപ്പിൾ ആണോ നമ്മളെങ്ങനെ നോക്കുക? ഈ ഡിജിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഈ ഡിജിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. 1 + 2 + 3. ആൻസർ എന്താ കിട്ടുക? 6 മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ. ദെയർഫോർ നമുക്ക് എന്ത് പറയാൻ പറ്റും? 123 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചോട്ടോ. അപ്പോൾ ഇനി നോക്കിയോ. അപ്പോൾ നമുക്കിവിടെ 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്. 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്. നമുക്ക് ഇവിടുത്തെ 3 ഡിജിറ്റ് നമ്പേഴ്സാണ് എടുക്കേണ്ടത്. 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കണം. പക്ഷേ ഈ 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താ? മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കണം. എന്തായിരിക്കണം? മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പോൾ ഇതിൽ ഏതൊക്കെ നമ്പർ നമുക്ക് ഒരുമിച്ച് എടുക്കാൻ പറ്റും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. നമുക്ക് 4ഉം 5ഉം 6ഉം ഈ 3 ഡിജിറ്റ് എടുക്കാം. 4 എടുക്കാം, 5 എടുക്കാം, 6 എടുക്കാം. ഇത് 3ഉം കൂട്ടി നോക്കിയേ. 4 + 5 + 6 ആൻസർ എന്താ? 15. മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ. അപ്പോൾ 4ഉം 5ഉം 6ഉം വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഏതൊരു 3 ഡിജിറ്റ് നമ്പറും എന്തായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കും. അപ്പോൾ 4ഉം 5ഉം വെച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? 3 ഡിജിറ്റ്
മൾട്ടിപ്പിൾ ഓഫ് 3 ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് ആയതുകൊണ്ട് എത്ര രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും? നമുക്കിവിടെ 3 നമ്പറേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എത്ര? 3 നമ്പേഴ്സ്. അപ്പം 1 എടുത്താൽ പിന്നത്തെ ഓപ്ഷൻ എന്തേ ഉണ്ടാവുള്ളൂ? 2 നമ്പേഴ്സ്. പിന്നെ എന്തേ കൊടുക്കാൻ പറ്റുള്ളൂ? 1. സോ അതിൻ്റെ ആൻസർ എന്താ വരിക? 3 × 2 × 1 ദാറ്റ് ഈസ് 6 നമ്പേഴ്സ്. അപ്പോൾ 4ഉം 5ഉം 6ഉം വെച്ചിട്ട് നമുക്ക് എത്ര നമ്പർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ? 6 നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ആ 6 നമ്പേഴ്സ് എന്തായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കും. ഇനി ഇതേപോലെ വേറെ 3 നമ്പർ തീർന്ന് ഏതെടുക്കാൻ പറ്റുക നോക്കിക്കോ. 4ഉം 6ഉം 7ഉം എടുക്കാൻ പറ്റുമോ? പറ്റില്ല. 4 + 6 10, 10 + 7 17. മൾട്ടിപ്പിൾ ഓഫ് 3 ആണോ? അല്ല. അപ്പോൾ അത് പറ്റില്ല. പിന്നെ നമുക്ക് പറ്റുന്ന 3 നമ്പർ ഏതൊക്കെയാണ്? 5ഉം 6ഉം 7ഉം. ഏതൊക്കെയാണ്? 5 എടുക്കാം, 6 എടുക്കാം, 7 എടുക്കാം. കാരണം ഇത് 3 കൂട്ടി നോക്ക്. 5 + 6 11, 11 + 7 ദാറ്റ് ഈസ് 18. മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ? അപ്പോൾ 5ഉം 6ഉം 7ഉം എടുത്തിട്ട് ഉണ്ടാക്കുന്ന ഏതൊരു 3 ഡിജിറ്റ് നമ്പർ എന്തായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കും. അപ്പോൾ 5ഉം 6ഉം 7ഉം വെച്ചിട്ട് നമുക്ക് എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും? വിത്തൗട്ട് റിപ്പീറ്റേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്ന നമ്പർ എത്ര? ആകെ 3 എണ്ണം. അപ്പോൾ സോ നമുക്ക് എന്തെടുക്കുക? ഫസ്റ്റ് ഓപ്ഷൻ 3 എണ്ണം. അപ്പോൾ 1 എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്തേ ഉള്ളൂ? 2. 2 എണ്ണം ചൂസ് ചെയ്താൽ പിന്നെ എന്തേ ഉള്ളൂ? 1. സോ ഓപ്ഷൻ എന്താ? 3 × 2 × 1 വിച്ച് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ ടോട്ടൽ 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്താ വരിക? ടോട്ടൽ 3 ഡിജിറ്റ് നമ്പേഴ്സ് മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ? മൾട്ടിപ്പിൾ ഓഫ് 3 ഈക്വൽ ടു ഈ 2 ഓപ്ഷൻ മാത്രം. വേറെ ഏത് 3 നമ്പർ എടുത്താലും നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് 3 ഉണ്ടാക്കാൻ പറ്റില്ല. സോ ആൻസർ എന്താ? 6 + 6 വിച്ച് ഈസ് ഈക്വൽ ടു 12. അപ്പോൾ എ ക്വസ്റ്റ്യനായി, ബി ക്വസ്റ്റ്യനായി. ഇനി നമുക്ക് ലാസ്റ്റത്തെ 3ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഈസ് സി ക്വസ്റ്റ്യൻ എന്താ വരിക? ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിച്ച് ആർ എബവ് 600? എബവ് 600. അപ്പോൾ 3 ഡിജിറ്റ് നമ്പർ തന്നെയാണ് നമുക്ക് വീണ്ടും ഉണ്ടാക്കാനുള്ളത്. 3 ഡിജിറ്റ് നമ്പറാണ്. പക്ഷേ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എബവ് 600 വിത്ത് ഡിജിറ്റ്സ് ആർ റിപ്പീറ്റേഷൻ ഈസ് അലൗഡ്. അപ്പോൾ നമുക്ക് എടുത്ത നമ്പർ വീണ്ടും എടുക്കാൻ പറ്റും. പക്ഷേ എന്തായിരിക്കണം? 600-ന് മുകളിലായിരിക്കണം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 4 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. 4, 5, 6 ഉണ്ട്, 7 ഉണ്ട്. 6 ഉണ്ട്, 7 ഉണ്ട്. അപ്പോൾ 600-നേക്കാളും മുകളിലാവണമെങ്കിൽ ഫസ്റ്റ് ഡിജിറ്റ് എപ്പോഴും എന്തായിരിക്കണം? 6 ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്പർ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എത്ര ഓപ്ഷനെ കൊടുക്കാൻ പറ്റുള്ളൂ? ഫസ്റ്റ് ഡിജിറ്റ് ഒന്നെങ്കിൽ 6 അല്ലെങ്കിൽ 7. അപ്പോൾ നമുക്ക് എത്ര ഓപ്ഷനേ ഉള്ളൂ? 2 ഓപ്ഷനേ ഉള്ളൂ. ഇത് രണ്ടും കൊടുത്താൽ 600 മുകളിലാവോ? ഇല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിജിറ്റ് നമുക്ക് എത്ര എണ്ണം കൊടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. 6 കൊടുക്കാം, 7 കൊടുക്കാം. അപ്പോൾ 2 എണ്ണേ കൊടുക്കാൻ പറ്റുള്ളൂ. 2 × ഇനി 2ാമത്തെ ഡിജിറ്റ് ഏതൊക്കെ നമ്പർ കൊടുക്കാം? റിപ്പീറ്റേഷൻ അലൗഡ് ആയതുകൊണ്ട് നമുക്ക് കൊടുത്ത നമ്പറിനെ വീണ്ടും കൊടുക്കാം. അപ്പോൾ ഇതിൽ ഏത് നമ്പർ വീണ്ടും കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര എണ്ണം കൊടുക്കാൻ പറ്റും? 4 എണ്ണം കൊടുക്കാൻ പറ്റും. വീണ്ടും 3ാമത്തെ ഡിജിറ്റ് ഏത് കൊടുക്കാം? റിപ്പീറ്റേഷൻ അലൗഡ് ആയതുകൊണ്ട് ഇതിൽ ഏത് നമ്പറും കൊടുക്കാം. എടുത്ത് തന്നെ വീണ്ടും എടുക്കാൻ പറ്റും. അതുകൊണ്ട് 4 പറ്റും, 5 പറ്റും, 6 പറ്റും, 7 പറ്റും. അപ്പോൾ എത്ര ഓപ്ഷൻസ് ഉണ്ട്? 4 ഓപ്ഷൻസ് ഉണ്ട്. സോ ആൻസർ എന്താ വരിക? 2 × 4 8, 8 × 4 32. സോ അതിൻ്റെ ആൻസർ എന്ത് വരും? 32. ഓക്കെ അല്ലേ? അപ്പോൾ പെർമ്യൂട്ടേഷൻ ശ്രദ്ധിച്ച് ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് മൈൻഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസറാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു ബി ക്വസ്റ്റ്യൻ മാത്രമേ കുറച്ചൊരു ചെറുതായിട്ടൊരു കൺഫ്യൂസിങ് ഉള്ളൂ. അത് നമുക്ക് ഈ ഒരു കാര്യം അറിയാമെങ്കിൽ നമുക്ക് ബി ക്വസ്റ്റ്യനും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും നമ്മൾ ടെക്സ്റ്റിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്, ഓൾറെഡി ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി റീവാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് കാണട്ടോ. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് താഴ്ത്തിട്ടാൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരണ്ട്. ഓക്കെ, താങ്ക് യു.